ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. ബോധമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. കുന്നുകളകന്നീടിലും മഹാപർവ്വതം മാറിയിടിലും, കുന്നുകളകന്നീടിലും മഹാപർവ്വതം മാറിയിടിലും, തന്റെ ദയയെന്നും ശാശ്വതമേ, തന്റെ മക്കൾക്കാശ്രയമേ, തന്റെ ദയയെന്നും ശാശ്വതമേ, തന്റെ മക്കൾക്കാശ്രയമേ. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ ബോധമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. ബോധമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. സിയോനിലവൻ നമുക്കായി അതിശ്രേഷ്ഠമൂലക്കല്ലാം, സിയോനിലവൻ നമുക്കായി അതിശ്രേഷ്ഠമൂലക്കല്ലാം, തന്നോട് ചേർന്നു നാമും തന്റെ ജീവക്കല്ലുകളായിടാം, തന്നോട് ചേർന്നു നാമും തന്റെ ജീവക്കല്ലുകളായിടാം. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ ബോധമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. ബോധമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. തൻ വരവിന്നാളിൽ തന്റെ കാന്തയം നമ്മെ ചേർത്തിടും, തൻ വരവിന്നാളിൽ തന്റെ കാന്തയം നമ്മെ ചേർത്തിടും, എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും, തന്റെ മാർവോട് ചേർത്തിടുമേ, എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും, തന്റെ മാർവോട് ചേർത്തിടുമേ. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ ബോധമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. ബോധമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. കുന്നുകളകന്നീടിലും മഹാപർവ്വതം മാറിയിടിലും, കുന്നുകളകന്നീടിലും മഹാപർവ്വതം മാറിയിടിലും, തന്റെ ദയയെന്നും ശാശ്വതമേ, തന്റെ മക്കൾക്കാശ്രയമേ, ശാശ്വതമേ, തന്റെ മക്കൾക്കാശ്രയമേ. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ ബോധമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. ബോധമായി ധ്യാനിച്ചിടാം തന്റെ വൻകൃപകൾ ദിനവും. തൻ വരവിന്നാളിൽ തന്റെ കാന്തയം നമ്മെ ചേർത്തിടും, തൻ വരവിന്നാളിൽ തന്റെ കാന്തയം നമ്മെ ചേർത്തിടും, എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും, എന്റെ മാർവോട് ചേർത്തിടുമേ, എന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും, എന്റെ മാർവോട് ചേർത്തിടുമേ. ദൈവത്തിൻ നാമത്തിൽ നാം
ചേർന്നിടും സമയങ്ങളിൽ ബോധമായി ധ്യാനിച്ചിടാം ദൈവം കൃപകൾ ദിനവും. ബോധമായി ധ്യാനിച്ചിടാം ദൈവം കൃപകൾ ദിനവും. സിയോനിൽ അവൻ നമുക്കായി അതിശ്രേഷ്ഠമൂലക്കല്ല. സിയോനിൽ അവൻ നമുക്കായി അതിശ്രേഷ്ഠമൂലക്കല്ല. തന്നോട് ചേർന്നു നാം തന്റെ ജീവക്കല്ലുകളായിടാം. തന്നോട് ചേർന്നു നാം തന്റെ ജീവക്കല്ലുകളായിടാം. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ ബോധമായി ധ്യാനിച്ചിടാം ദൈവം കൃപകൾ ദിനവും. ബോധമായി ധ്യാനിച്ചിടാം ദൈവം കൃപകൾ ദിനവും. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ ബോധമായി ധ്യാനിച്ചിടാം ദൈവം കൃപകൾ ദിനവും. ബോധമായി ധ്യാനിച്ചിടാം ദൈവം കൃപകൾ ദിനവും. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ക്രമീകരിച്ച ബൈബിൾ ക്ലാസിന്റെ 2ാം ദിവസം രാത്രിയിൽ നാം ദൈവസന്നിധിയിലായിരിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കൊയറ പാട്ടിന്റെ ഒരു ചരണം കൂടെ പാടുന്നതായിരിക്കും. രാജാതിരാജൻ വരുന്നിതാ തന്നെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വരുന്നിതാ തന്നെ വിശുദ്ധരെ ചേർത്തിടുവാൻ. കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേരാം. കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേരാം. കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ. കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ. കാലങ്ങൾ ദീർഘമാക്കല്ലേ ഇനി കാലങ്ങൾ ദീർഘമാക്കല്ലേ. രാജാതിരാജൻ വരുന്നിതാ തന്നെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വരുന്നിതാ തന്നെ വിശുദ്ധരെ ചേർത്തിടുവാൻ. വാനവും ഭൂമിയും ഒഴിഞ്ഞു പോകുമേ. വാനവും ഭൂമിയും ഒഴിഞ്ഞു പോകുമേ. നിത്യരാജ്യമെനിക്കായി നാഥനൊരുക്കുന്നേ. നിത്യരാജ്യമെനിക്കായി നാഥനൊരുക്കുന്നേ. എന്നതിൽ പൂവിടും ഞാൻ എന്നതിൽ പൂവിടും ഞാൻ. രാജാതിരാജൻ വരുന്നിതാ തന്നെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാതിരാജൻ വരുന്നിതാ തന്നെ വിശുദ്ധരെ ചേർത്തിടുവാൻ. പീഡകൾ വന്നാലും ഭയമെനിക്കില്ല. പീഡകൾ വന്നാലും ഭയമെനിക്കില്ല. പാടുകൾ സഹിച്ച ക്രിസ്തു എന്നായകൻ. പാടുകൾ സഹിച്ച ക്രിസ്തു എന്നായകൻ. വൻകൃപതം നേടുമേ തന്റെ വൻകൃപതം നേടുമേ. രാജാതിരാജൻ വരുന്നിതാ തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ.
രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. എൻ ദേഹം രോഗത്താൽ ക്ഷയിച്ചെന്നാകിലും, എൻ ദേഹം രോഗത്താൽ ക്ഷയിച്ചെന്നാകിലും, ദേഹസഹിതനായി പ്രിയനെ കാണും ഞാൻ, ദേഹസഹിതനായി പ്രിയനെ കാണും ഞാൻ. അവനെന്റെ വൈദ്യനല്ലോ, എന്നും അവനെന്റെ വൈദ്യനല്ലോ. രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. സ്വർഗീയ സിയോനിൽ പ്രിയനോടെന്നും ഞാൻ, സ്വർഗീയ സിയോനിൽ പ്രിയനോടെന്നും ഞാൻ. വാണിടും നാളിനായി കാത്തിടുന്നേ പ്രിയ, വാണിടും നാളിനായി കാത്തിടുന്നേ പ്രിയ. ആമേൻ കർത്താവേ വരണേ വേഗം, ആമേൻ കർത്താവേ വരണേ. രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേ ഞാൻ, കർത്തൻ വരവിനായി കാത്തിരിക്കുന്നേ ഞാൻ. കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ, കാരുണ്യനിധിയെ കാണുവാൻ വെമ്പുന്നേ. കാലങ്ങൾ ദീർഘമാക്കല്ലേ തീരെ, കാലങ്ങൾ ദീർഘമാക്കല്ലേ. രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. സ്വർഗീയ സിയോനിൽ പ്രിയനോടെന്നും ഞാൻ, സ്വർഗീയ സിയോനിൽ പ്രിയനോടെന്നും ഞാൻ. വാണിടും നാളിനായി കാത്തിടുന്നേ പ്രിയ, വാണിടും നാളിനായി കാത്തിടുന്നേ പ്രിയ. ആമേൻ കർത്താവേ വരണേ വേഗം, ആമേൻ കർത്താവേ വരണേ. രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. രാജാധിരാജൻ വരുന്നിതാ, തന്റെ വിശുദ്ധരെ ചേർത്തിടുവാൻ. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 2-ാം ദിവസം രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവദാസന്മാർ, ദൈവമക്കൾ, പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി. ഒ. വർഗീസ്, എല്ലാവർക്കും ക്രിസ്തുവിന്റെ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ രാത്രി ദൈവത്തിന്റെ ദാസനിൽ കൂടെ നാം കേട്ടു, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. വേർപെട്ട ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും പ്രത്യാശയും നമ്മുടെ ആത്മനാഥന്റെ മടങ്ങിവരവാണ്. അതിനുവേണ്ടി നാം നോക്കി പാർക്കുകയാണ്. ഈ ദിവസങ്ങളെ ബൈബിൾ ക്ലാസ് മുഖാന്തരം നമുക്ക് ആ ഒരു ആകാംക്ഷ, ആ ഒരു ഈഗർനെസ് ഉണ്ടാകുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വചന പഠിപ്പിക്കുവാനായിട്ട് കർത്താവിന്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് നമുക്ക് വാഗ്ദത്തം തന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യവും വിശുദ്ധവുമായ നാമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൻ്റെ ദാസനും ശേഷം ദൈവദാസന്മാർക്കും
വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിൽ എൻ്റെ കൂട്ടവകാശികളായ എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ അനുഗ്രഹീതമായ സമയം നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദങ്ങളിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ശാന്തമായി പഠിപ്പാനും ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് അവിടുത്തേക്ക് മഹത്വം. പരിശുദ്ധ തൃത്വത്തെ ഞാൻ വണങ്ങുന്നു. നമ്മുടെ ബൈബിൾ ക്ലാസിൻ്റെ രണ്ടാമത്തെ രാത്രി വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും അതിനായി നാം എങ്ങനെ ഒരുങ്ങണം എന്നും ഉള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഈ പഠനം നമുക്ക് വീണ്ടും അനുഗ്രഹമാകട്ടെ. ഇന്നലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പഠനത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഇന്നും അതിൽ തന്നെ തുടരുന്നു. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. വേദപുസ്തക പ്രകാരം ആ വിഷയത്തിൻ്റെ പ്രാധാന്യമെന്ത്, അതായിരുന്നു നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ നിർത്തുന്ന സമയത്ത് ഒരു ചോദ്യം ഞാൻ കണ്ടു. ഞാൻ നിർത്തിക്കഴിഞ്ഞാണ് അത് ചാറ്റ് ബോക്സിൽ എത്തിയത് എന്നതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ചോദ്യകർത്താവ് ഇപ്പോൾ ഉണ്ടോ എന്നും എനിക്കറിയില്ല. ഏതായാലും അതിൻ്റെ ഉത്തരം, ചോദ്യം ഇതായിരുന്നു: യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് വിളിക്കുന്നു. കൊലോസ്യ ലേഖനത്തിലുമുണ്ട്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലുമുണ്ട്. ജീസസ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ദ റിസറക്റ്റഡ് ഫ്രം അമംഗ് ദ ഡെഡ്. മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായിട്ട് ഉയർത്തെഴുന്നേറ്റവൻ എന്ന അർത്ഥം. പക്ഷെ ചോദ്യം, യേശുക്രിസ്തുവിനു മുമ്പ് മറ്റു പലരും ഉയർത്തെഴുന്നേറ്റു. പ്രത്യേകിച്ച് മത്തായി 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പോലെ കർത്താവിൻ്റെ മരണസമയത്ത് പഴയ നിയമ വിശുദ്ധന്മാരിൽ പലരുടെയും കല്ലറകൾ തുറന്നു. യേശു ഉയർപ്പിന് ശേഷം അവർ കല്ലറകളെ വിട്ടു. അപ്പോൾ എങ്ങനെയാണ് യേശുവിന് മുമ്പ് പലരും ഉയർത്തിരിക്കെ യേശു ആദ്യജാതനായിട്ട് ഉയർത്തു എന്ന് പറയുന്നത്? നല്ല ചോദ്യം. ഞാനത് ഇന്നലെ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ചോദ്യമാണ്. അവിടെ നമ്മൾ ആദ്യജാതൻ, ദ ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ മനസ്സിലാക്കുന്നത് പോലെ അല്ല അതിൻ്റെ മൂലാർത്ഥ പ്രയോഗം. എന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ച് ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ സമയത്തിൽ ഒന്നാമൻ എന്നാണ്. എന്നാൽ വേദപുസ്തക ഭാഷയിൽ ആദ്യജാതൻ എന്നത് പ്രഥമൻ എന്ന അർത്ഥത്തിലല്ല, പ്രധാനി എന്ന അർത്ഥത്തിലാണ്. സമയം കൊണ്ട് ഒന്നാമൻ, ആദ്യത്തേത് എന്ന അർത്ഥമല്ല, പ്രാധാന്യം കൊണ്ട് ഒന്നാമത്തേത് എന്ന അർത്ഥമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ആദ്യജാതൻ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം, യേശുക്രിസ്തുവാണ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരിൽ ഏറ്റവും പ്രധാനി എന്ന അർത്ഥമാണുള്ളത്.
ക്രിസ്തുവിന് മുമ്പ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ 6 പേർ ഉയർത്തിട്ടുണ്ട്. പക്ഷേ അവർ ദ്രവത്വത്തിലേക്കാണ് ഉയർത്തത്. യേശുക്രിസ്തുവിന് മുമ്പ് തൻ്റെ മരണസമയത്ത് ഉയർത്തെഴുന്നേറ്റ പഴയ നിയമ വിശുദ്ധന്മാരും ഉയർത്തിട്ടുണ്ട്. ചിലപ്പോൾ മോശയും യേശുക്രിസ്തുവിന് മുമ്പ് തന്നെ ഉയർത്തെഴുന്നേറ്റയാളാണ്. അതുകൊണ്ട് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരിൽ സമയം കൊണ്ട് ഒന്നാമൻ യേശു അല്ല. അതല്ല യേശുവിനെ ആദ്യജാതൻ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥവും. ഏറ്റവും മുഖ്യൻ, പ്രഥമൻ എന്നതിനേക്കാൾ പ്രധാനി എന്നുള്ളതാണ്. അപ്പൊ യേശുവിനെ അതുകൊണ്ട് തന്നെയാണ് അനേകം പുത്രന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെയെല്ലാം യേശുക്രിസ്തു പ്രമുഖൻ എന്ന അർത്ഥമാണ്. പ്രമുഖൻ. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപതി, നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഗവർണർ പ്രഥമ പൗരൻ എന്നാണ് വിളിക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ജനനം കൊണ്ട് അദ്ദേഹമാണ് പ്രായത്തിൽ ഏറ്റവും കൂടിയത് എന്നല്ല, സ്ഥാനം കൊണ്ട് ഒന്നാമൻ എന്നാണ്. അത് തന്നെയാണ് യേശുവിനെ ആദ്യജാതൻ എന്ന് വിളിക്കുമ്പോൾ. പ്രായം കൊണ്ടല്ല. യേശുവിനെ സംബന്ധിച്ച് അതും ശരി തന്നെ, അനാദിയായും ശാശ്വതമായും ഉള്ളവനായതുകൊണ്ട് അതും ശരിയാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനം, സ്തോത്രം, സ്ഥാനം കൊണ്ട് ക്രിസ്തു ഒന്നാമൻ. അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ നിർത്തിയിട്ട് മുൻപോട്ട് പോയിക്കൊള്ളട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളതായിരുന്നു. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഇതിനിടയിൽ ഇന്നലെ സ്പീഡൊന്നും കൂടുതലല്ലായിരുന്നല്ലോ, കൂടെ വരാൻ സാധിക്കുമായിരുന്നല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പീഡ് കുറയ്ക്കാം. എന്നാലും നമുക്ക് സമയം കുറവും വിഷയത്തിൻ്റെ വിശാലത വലുതുമാകൊണ്ട് ഞാൻ അല്പം അങ്ങ് ഓടിപ്പോവുകയായിരുന്നു. സാധാരണ ഞാൻ ഈ വിഷയത്തിൽ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ പറയാതെ തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോയതും പോകുന്നതും. സ്തോത്രം. മനസ്സിലാകാതെ വരുന്നെങ്കിൽ തീർച്ചയായും ചോദിക്കാം. ചാറ്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടാൽ മതിയാവും. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇന്ററാക്റ്റീവായിട്ട് പോകാനാണ്. പക്ഷെ അതിനും നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനും മുതിരാതങ്ങ് പോവുകയാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ എറിഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ പ്രാധാന്യം, അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. ഞാൻ വായിച്ച ഒരു കാര്യം, F.E. ഹോവിറ്റ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ദ കമ്മിങ് ആൻഡ് കിങ്ഡം ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിനകത്ത് എഴുതിയത് ഇങ്ങനെയാണ്: The key subject of the scripture, especially of the New Testament, is the second coming of Christ. അദ്ദേഹം അതിന് പറയുന്ന കാര്യം, each and every New Testament writer speaks about this theme. If accepted, each and every sign,
metaphor. Every book in the New Testament spoke about the same. More importance is given for this theme than faith, blood of Christ, and even love. അതായത് ക്രിസ്തുവിന്റെ മടങ്ങിവരവ് എന്ന വിഷയത്തിന്റെ പ്രാധാന്യം ബൈബിളിലെ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാന പ്രതിപാദനം ഈ വിഷയമാണ്. ഈ F.E. ഹോവിറ്റ് പറയുന്നത് എന്തെന്നാൽ, പുതിയ നിയമത്തിലെ എല്ലാ എഴുത്തുകാരും പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉദാഹരണങ്ങളിലൂടെ, സാദൃശ്യങ്ങളിലൂടെ, ഉപമാനങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ബൈബിളിൽ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ യേശുവിൻ്റെ രക്തത്തെ പറ്റി പരാമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹത്തെക്കുറിച്ച് പോലും ബൈബിൾ പറയുന്നതിനേക്കാൾ കൂടുതൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മനസ്സിലായോ? യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചോ ക്രിസ്തുവിലോ ദൈവത്തിലോ അർപ്പിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചോ ഏറ്റവും വലിയ കൃപാവരമായ സ്നേഹത്തെക്കുറിച്ചോ ബൈബിൾ പറയുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്നത്. ഈ ഉപദേശത്തിൻ്റെ പ്രാധാന്യമാണ് നാം നോക്കുന്നത് കേട്ടോ. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ കരുതട്ടെ. സ്തോത്രം. അടുത്തത് നമ്മൾ ഇന്നലെയും കണ്ടതുപോലെ, ദിസ് ഈസ് ദ കാർഡിനൽ തീം ഓഫ് ദ ബൈബിൾ. ബൈബിളിലെ ഏറ്റവും കാതലായ വിഷയം ക്രിസ്തുയേശുവിൻ്റെ മടങ്ങിവരവ് എന്ന വിഷയമാണ്. പിന്നെ പുതിയ നിയമത്തിലെ 10-ൽ 7 അധ്യായങ്ങൾ എന്ന കണക്കെ, 10-ൽ 7 അധ്യായങ്ങൾ എന്ന കണക്കെ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 10 അധ്യായങ്ങളിൽ 7 അധ്യായം എന്ന നിലയിൽ പുതിയ നിയമം കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. സ്തോത്രം. പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിൻ്റെ ജഡധാരണത്തെക്കുറിച്ച്, ഒന്നാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാം പ്രത്യക്ഷതയെക്കുറിച്ച് 8 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദ റേഷ്യോ ബിറ്റ്വീൻ ഫസ്റ്റ് കമ്മിങ് ആൻഡ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഈസ് 1:8. കർത്താവിൻ്റെ നമ്മെ രക്ഷിക്കുവാനായിട്ട് വന്ന ആദ്യ വരവിനെ പറ്റി ഒരു പ്രാവശ്യവും, എന്നാൽ രണ്ടാം വരവിനെ കുറിച്ച് 8 പ്രാവശ്യവുമാണ് പുതിയ നിയമം സംസാരിച്ചിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. സ്തോത്രം. കൂടാതെ നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിലെ എഴുത്തുകാർ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ദ നമ്പർ ഓഫ് റൈറ്റേഴ്സ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്, ഇറ്റ്സ് 8+1. 8+1. +1 in the sense, the writer of the Hebrews. എബ്രായ ലേഖനകർത്താവ് ആരെന്ന് വ്യക്തമല്ലാത്തത് കൊണ്ടാണ് +1 എന്ന് കൊടുത്തിരിക്കുന്നത്. 9 എന്ന് പറയുന്നതിന് പകരം 8+1 എഴുത്തുകാരാണ് പുതിയ നിയമത്തിൽ. ഈ 8+1 എഴുത്തുകാരും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു.
മത്തായി 24, 25 അധ്യായങ്ങൾ, വേറെയുമുണ്ട്, ഓരോന്ന് മാത്രം പറഞ്ഞു പോകുന്നു. മർക്കോസ് 13 അധ്യായം, ലൂക്കോസ് 21 അധ്യായവും അപ്പോസ്തലപ്രവൃത്തികൾ 1:11. പൗലോസ് പറയണ്ടല്ലോ, 1 തെസ്സലോനിക്ക ലേഖനം 4 അധ്യായം 13 മുതൽക്കുള്ള വാക്യങ്ങൾ, 1 തെസ്സലോനിക്കർ 5 അധ്യായം എന്ന് വേണ്ട ഒട്ടുമുക്കാൽ ലേഖനങ്ങളിലും പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പത്രോസ് അപ്പോസ്തലൻ 2 പത്രോസ് ലേഖനം മുഴുവനും അത് തന്നെയാണ്, പ്രത്യേകിച്ച് 3 അധ്യായം. യോഹന്നാൻ 14:3, 1 യോഹന്നാൻ 3:2 എന്ന് തുടങ്ങി പല ഭാഗങ്ങൾ. യൂദ ഒരു കൊച്ചു ലേഖനമാണെങ്കിലും 14, 15 വാക്യങ്ങളിൽ യൂദ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യാക്കോബ് 5 അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ, അപ്പോൾ 8 പേരായല്ലോ. പിന്നെ +1 എബ്രായ ലേഖനകർത്താവ് 1 അധ്യായം 6 വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം, ആദ്യജാതനെ പിന്നെയും ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം, കുമ്പിടണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. 12 അധ്യായത്തിൽ 10 അധ്യായത്തിന്റെ 32 മുതലുള്ള വാക്യങ്ങളിൽ ഒക്കെ, ഇന്നലെ നമ്മൾ വായിച്ച 9 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, ഇവിടങ്ങളിലൊക്കെ നമ്മൾ എബ്രായ ലേഖനത്തിലും കാണുന്നു. ഇങ്ങനെ പുതിയ നിയമത്തിലെ എല്ലാ എഴുത്തുകാരും കർത്താവിൻ്റെ മടങ്ങിവരവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. അത് ഈ വിഷയത്തിന്റെ പ്രാധാന്യതയെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. സ്തോത്രം. അടുത്തത്, ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ഗർസീം പാസ്റ്റർ പറഞ്ഞതുപോലെ, ദ ഹോപ്പ് ഓഫ് ദ ചർച്ച്, ദൈവസഭയുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ മടങ്ങിവരവാണ്. പ്രിയരെ, നമ്മുടെ പ്രത്യാശ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കേട്ടുവന്നതുപോലെ, കേട്ടുവരുന്നത് പോലെ, നമുക്കൊരു പഞ്ചായത്ത് മെമ്പറെ കിട്ടുന്നതും, ഒരു വാർഡ് മെമ്പറെ കിട്ടുന്നതും, ഒരു കൗൺസിലറിനെ ജയിപ്പിക്കുന്നതും, MLA നിയമസഭയിലേക്കും MP അങ്ങ് പാർലമെന്റിലേക്കും ഒന്നും അയക്കുന്നതൊന്നുമല്ല. ദിസ് ഈസ് നോട്ട് ദ ഹോപ്പ് ഓഫ് ദ ചർച്ച്. ഈവൻ ദ ഹോപ്പ് ഓഫ് ദ ചർച്ച് ഈസ് നോട്ട് conversion of the entire world into Christianity. ഭാരതം മുഴുവനും ക്രൈസ്തവ രാഷ്ട്രമായി തീരുന്നത് പോലും ദൈവസഭയുടെ പ്രത്യാശയല്ല കേട്ടോ. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പൗലോസ് പറയുന്നത് പോലെ, അഗ്രിപ്പ രാജാവേ, ഈ ചങ്ങലയൊഴികെ സകലത്തിലും നീ മാത്രമല്ല, എന്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും എന്നെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കത് ആഗ്രഹിക്കാം. പക്ഷേ that is not the hope of the church. ദൈവസഭയുടെ പ്രത്യാശ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, ചങ്കിലെ അവസാന തുള്ളി ചോര വരെയും ഊറ്റിത്തന്ന് നമ്മെ സ്നേഹിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത നമ്മുടെ പ്രാണനാഥന്റെ
തേജസ്സിന്റെ പ്രത്യക്ഷതയാണ്. അത് കേവലം ഒരു പ്രത്യക്ഷത മാത്രമല്ല. കൊലോസ്യർ 3:4 വായിക്കുന്നത് പോലെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. കേവലം യേശുക്രിസ്തു വരും എന്നുള്ളതല്ല, പ്രത്യുത സ്തോത്രം, നാമും അവനോട് കൂടെ തേജസ്സിൽ പ്രത്യക്ഷരാകും എന്നുള്ളതാണ്. സ്തോത്രം. ഫിലിപ്പ് ലേഖനം 3:20-21 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ രക്ഷിതാവായി ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുമ്പോൾ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരങ്ങളെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ 15:42 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പുനരുത്ഥാന ശരീരത്തിൻ്റെ ഏതാണ്ട് 10 പ്രത്യേകതകൾ. 10 പ്രത്യേകതകൾ. സാധാരണ നമ്മള് ശവമടക്കനൊക്കെ പ്രസംഗകർ, പാസ്റ്റേഴ്സ് അവിടെ 7:7, 7:7, ആ 7 താഴ്ചയുള്ള ശരീരങ്ങൾ, 7 മഹത്വമുള്ള ശരീരം എന്നൊക്കെയാണ് പറയാറുള്ളതെങ്കിലും എനിക്ക് അവിടെ ഏതാണ്ട് 10ഓളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ഒരു രൂപാന്തര ശരീരം നമുക്കും ലഭിച്ച് തേജോരൂപിയായ ക്രിസ്തുവിനോട് കൂടെ നിത്യകാലം വാഴും എന്ന പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ദൈവസഭയുടെ പ്രത്യാശ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവാണ് കേട്ടോ. സ്തോത്രം. അതല്ലാതെ വേറെ വല്ലതുമാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ നമുക്കെവിടെയോ സാരമായ കുഴപ്പമുണ്ട്. സ്തോത്രം. സാരമായ കുഴപ്പമുണ്ട്. സ്തോത്രം. ആ പ്രത്യാശയെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ചില കാര്യങ്ങൾ ഓടിച്ച് ഞാനൊന്ന് പറയാം. സ്തോത്രം. ആ പ്രത്യാശയെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്, 1, this is spoken of as good hope. Good hope. 2 Thessalonians 2:16. 2 തെസലോനിക്കർ 2:16 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നല്ല പ്രത്യാശ. സ്തോത്രം. നല്ല പ്രത്യാശ. ടൈറ്റസ് 2:16, തീത്തോസ് 2:16 നമ്മൾ കാണുന്നു ബ്ലെസ്സഡ് ഹോപ്പ്, ഭാഗ്യകരമായ പ്രത്യാശ. ഭാഗ്യകരമായ പ്രത്യാശ. These are the adjectives used for the hope a Christian is having. ഒരു ക്രിസ്ത്യാനിക്കുള്ള പ്രത്യാശയുടെ പ്രത്യേകതകൾ, വിശേഷതകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നല്ല പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ. 3, it is the living hope. ജീവനുള്ള പ്രത്യാശയാണ് ലിവിങ് ഹോപ്പ്. 1 പത്രോസ് 1:3 വാക്യം, 1 Peter 1:3, ലിവിങ് ഹോപ്പ്. 4, it is the better hope. ഏറെ നല്ല പ്രത്യാശ. ഏറെ നല്ല പ്രത്യാശ. ബെറ്റർ ഹോപ്പ്. ഹീബ്രൂസ് 7:19, എബ്രായ ലേഖനം 7:19 വാക്യമാണ്. സ്തോത്രം. പിന്നീട് നാം വായിക്കുന്നത്, സ്തോത്രം, ദിസ് ഈസ് സേവിങ് ഹോപ്പ്. നമ്മെ
രക്ഷിക്കുന്ന പ്രത്യാശയാണിത്. സേവിങ് ഹോപ്പ്, രക്ഷിക്കുന്ന പ്രത്യാശ. റോമാലേഖനം 8:24 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. സ്തോത്രം. അവിടെ രക്ഷിക്കുന്ന പ്രത്യാശ എന്ന് എഴുതിയിട്ടില്ല. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 8:24 റോമൻസ് 8:24. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ രക്ഷിക്കുന്ന പ്രത്യാശ എന്ന് നാമകരണം ചെയ്തത് കേട്ടോ. നമ്മുടെ രക്ഷയുടെ ലക്ഷ്യം പ്രത്യാശയാണെന്ന്. ഈ പ്രത്യാശയില്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. സ്തോത്രം. അതുകൊണ്ട് അതിനെ സേവിങ് ഫെയ്ത്ത്, എ സേവിങ് ഹോപ്പ് എന്ന് വിളിച്ചതാണ്. സ്തോത്രം. അല്ലാതെ രക്ഷിക്കുന്ന പ്രത്യാശ എന്ന് അവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് വായിച്ചതാ. സ്തോത്രം. മറ്റൊരു പ്രത്യേകത, ദിസ് ഹോപ്പ് ഈസ് ദ വെരി ആങ്കർ ഓഫ് അവർ സ്പിരിറ്റ് ഓർ അവർ സോൾ. നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമാണ് ഈ പ്രത്യാശ. ആത്മാവിൻ്റെ നങ്കൂരമാണ് ഈ പ്രത്യാശ. 1 തെസ്സലോനിക്കർ 1:3 വാക്യവും എബ്രായർ 6:18-19 വാക്യങ്ങളിലും അത് നാം കാണുന്നു. 1 Thessalonians 1:3 and Hebrews chapter 6 verses 18 and 19. This hope, the Christian hope, the hope of the coming of the Lord Jesus Christ, is the very anchor of our soul. നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമാണ് ഈ പ്രത്യാശ. Another name, another adjective is, this is the sanctifying hope. നമ്മെ വിശുദ്ധീകരിക്കുന്ന പ്രത്യാശയാണിത്. സാങ്ക്ടിഫൈങ് ഹോപ്പ്. അങ്ങനെയും എഴുതിയിട്ടില്ല കേട്ടോ. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. 1 യോഹന്നാൻ 3:3 വാക്യം. 1 John 3:3. അവനിൽ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. സ്തോത്രം. 2 വാക്യത്തിലാണ് പ്രത്യാശയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. യേശു ക്രിസ്തുവിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മുടെ കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. And therefore it is a sanctifying hope. വിശുദ്ധീകരിക്കുന്ന പ്രത്യാശയാണ്. സ്തോത്രം. വിശുദ്ധീകരിക്കുന്ന പ്രത്യാശ. സ്തോത്രം. മറ്റൊന്ന്, this is the hope of eternal life. ഇത് നിത്യജീവന്റെ പ്രത്യാശയാണ്. നമുക്ക് ഉള്ള പ്രത്യാശ നിത്യജീവന്റെ പ്രത്യാശയാണ്. ടൈറ്റസ് 1:2, തീത്തോസ് 1:2 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. സകല കാലത്തിനും മുമ്പേ ഭോഷ്കില്ലാത്ത ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നു. എന്തിന്റെ വാഗ്ദത്തമാണ്? എന്തിന്റെ വാഗ്ദത്തമാ? നിത്യജീവന്റെ, ഇറ്റേണൽ ലൈഫ്. സ്തോത്രം. അവിടെയൊക്കെ ഓരോ വാക്കുകളെ എടുത്ത് വ്യാഖ്യാനിക്കണമെന്ന് എനിക്കുണ്ട്. സ്തോത്രം. നിത്യജീവന്റെ വാഗ്ദത്തം. So this is the promise of the hope of eternal life. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. സ്തോത്രം. അത് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. Romans 15:13. റോമർ 15:13 വാക്യം.
എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. സ്തോത്രം. Here we see God is the God of hope. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തെ പൗലോസ് സംബോധന ചെയ്യുന്നത് പ്രത്യാശ നൽകുന്ന ദൈവം. പ്രത്യാശ നൽകുന്ന ദൈവം. That means God is not only the object of hope, but He is the author of hope. God is not only the object of hope, but He is the very author of hope. സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ പ്രാവശ്യം ബേഥേലിൽ വന്ന സമയത്താണ് ഞാനും ഗെർസീം പാസ്റ്ററും കൂടെ ഈ വാക്യത്തെ സംബന്ധിച്ച് വീട്ടിലിരുന്ന് സംസാരിച്ചതായിട്ട്. സ്തോത്രം. അന്നാണ് കൂടുതൽ എൻ്റെ ശ്രദ്ധ ഈ വാക്യത്തിലേക്ക് പതിഞ്ഞത്. ദൈവം നമ്മുടെ പ്രത്യാശയുടെ ഒരു ലക്ഷ്യം മാത്രമല്ല, പകരം നമുക്ക് പ്രത്യാശയുടെ സ്രോതസ്സും ദൈവം തന്നെയാണ്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ വിശേഷപ്പെട്ട പ്രത്യാശയുടെ വിഷയങ്ങളാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച 8-10 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് പറയുമ്പോഴാണ് നമ്മൾ പഠിച്ചതെന്ത്? സ്തോത്രം. നമ്മുടെ ദൈവസഭയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവാണ്. സ്തോത്രം. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ്. വേറെ ഒന്നും നമ്മുടെ പ്രത്യാശയിൽ പെടുന്നതല്ല കേട്ടോ. വിസ റിന്യൂവൽ, മഞ്ഞു പൊഴിയുന്ന നാട്ടിലേക്കുള്ള നമ്മുടെ ഒരു മൈഗ്രേഷൻ, ഓക്കെ. സ്തോത്രം. അങ്ങ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്കോ അല്ല ഡൽഹിയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്കോ ഒക്കെയുള്ള ഒരു നിയമനം. പ്രിയരെ, ഇതൊന്നുമല്ല നമ്മുടെ പ്രത്യാശ. സ്തോത്രം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മണവാട്ടിയാണ് ഞാനും നിങ്ങളും. നമുക്ക് നമ്മുടെ മണവാളന്റെ വരവല്ലാതെ അതിനേക്കാൾ പ്രധാനപ്പെട്ട യാതൊരു കാര്യങ്ങളുമില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് അവളുടെ വുഡ് ബി ഗ്രൂം, അവളുടെ മണവാളനായിരിക്കുന്നവൻ മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുത്താലും ഫ്രൂട്ട്സോ തുണിയോ ഐഫോണോ ഐപാഡോ ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലും ഒന്നും ആദ്യമൊക്കെ ചിലപ്പോൾ അവൾ അതൊക്കെ മേടിക്കും. ഇത് തന്നെ പരിപാടിയാണെങ്കിൽ അവൾ പറയും, ഒന്ന് നിന്നേ, എന്താ ഉദ്ദേശം? ഇങ്ങനെ ഗിഫ്റ്റ് മാത്രം തരാനാണോ? എനിക്ക് ഗിഫ്റ്റ് അല്ല വേണ്ടത്, അങ്ങയെ തന്നെയാണ് വേണ്ടത്. ഇതുപോലെ നാം ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് കർത്താവിൽ നിന്ന് ദാനങ്ങൾ മാത്രം പ്രാപിച്ച് ഇങ്ങനെ പോകാനല്ല ആഗ്രഹിക്കേണ്ടത്. സ്തോത്രം. എന്നെ വേളി കഴിക്കാൻ അങ്ങെപ്പോൾ വരും? നാം നമ്മുടെ കർത്താവിനോട് ചോദിക്കേണ്ടതാണ്. സ്തോത്രം. കാന്താ, താമസം എന്തേ വരുവാൻ? സ്തോത്രം. നമ്മൾ എപ്പോഴെങ്കിലും ഉണർന്നെഴുന്നേറ്റിട്ട് കർത്താവിനോട് ചോദിച്ചോ, നാഥ, ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു,
ഇന്നലെ ഈ കഴിഞ്ഞ രാത്രി അങ്ങ് വരുമെന്ന് വന്നില്ലല്ലോ, എന്താ വരാഞ്ഞതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ അവിടുത്തോട് പറഞ്ഞിട്ടുണ്ടോ, ഇനി താമസിക്കല്ലേ, ഇന്നിങ്ങ് വരണേ എന്ന്? സ്തോത്രം. ഇനിയും താമസിക്കല്ലേ, ഇന്നിങ്ങ് വരണേ എന്ന് ഒരുപക്ഷെ കാണത്തില്ല. പ്രിയരെ, ഈ പ്രത്യാശയാൽ നിറഞ്ഞവരായി നമുക്ക് മുൻപോട്ട് പോകുവാനിടയാകട്ടെ. സ്തോത്രം. നമ്മളിപ്പോൾ പഠിക്കുന്നത്, വിഷയം മാറിപ്പോകില്ലല്ലോ, ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഡോക്ട്രിൻ ഓഫ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. അടുത്തത്, ഇതുവരെ നമ്മൾ പ്രത്യാശയെക്കുറിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത്. സിഗ്നിഫിക്കൻസ് അടുത്തത്. സ്തോത്രം. This is the very hope of the entire creation. സകല സൃഷ്ടിയുടെയും പ്രതീക്ഷയും പ്രത്യാശയുമാണിത്. സ്തോത്രം. കേവലം സഭ മാത്രമല്ല, ക്രിസ്തുവിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സകല സൃഷ്ടികളും ഈറ്റുനോവോടിരിക്കുകയാണ്. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. റോമൻസ് 8:19-21. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. കണ്ടോ, സകല സൃഷ്ടിയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരു ചെറിയ വ്യത്യാസം നമ്മൾ വായിച്ചത് കേട്ടോ. സൃഷ്ടി ആരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു? ദൈവപുത്രന്മാരുടെ. ദൈവപുത്രന്റെ അല്ല, ദൈവപുത്രന്മാരുടെ. അതാരാ? ഞാനും നിങ്ങളും. വിശുദ്ധന്മാരാണ് ദൈവപുത്രന്മാർ. ഇറ്റ്സ് ഇൻ പ്ലൂറൽ. ഇൻ ഇംഗ്ലീഷ് യു ക്യാൻ സീ ദ സൺസ്. എസ് വിൽ ബി സ്മോൾ, നോ? സൺസിന്റെ എസ് ചെറിയ എസ്. അത് നമ്മളെ കുറിച്ചാ, സെയിൻസിനെ കുറിച്ചാ, സഭയെ കുറിച്ചാ പറയുന്നത്. സകല സൃഷ്ടിയും ദൈവപുത്രന്മാരായ വിശുദ്ധന്മാരുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുകയാണ്. എന്നാൽ ദൈവസഭ കാത്തിരിക്കുന്നതോ ദൈവപുത്രന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടാണ്. The church is eagerly hoping and anticipating for the revelation or the manifestation of the Son of God in His glory, whereas the entire creation is anticipating for the manifestation of the sons of God in glory. സ്തോത്രം. സകല സൃഷ്ടിയും ദൈവപുത്രന്മാരുടെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുകയാണ്. എന്നാൽ ദൈവപുത്രന്മാരാകുന്ന നമ്മളോ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ തേജസ്സിൻ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നു. എന്നാൽ സൃഷ്ടി കാത്തിരിക്കുന്നത് പോലെ നമ്മൾ തേജസ് പ്രാപിക്കണമെങ്കിൽ എപ്പോൾ മാത്രമേ അത് സാധിക്കൂ? കർത്താവ് വന്നെങ്കിലേ നമ്മൾ തേജസ് പ്രാപിക്കൂ. നമ്മൾ മരിച്ചതുകൊണ്ടും തേജസ്കരിക്കപ്പെടുകയില്ല.
ക്രിസ്തുവിന്റെ വരവിങ്കൽ മാത്രമേ നാം തേജസ്കരിക്കപ്പെടുകയുള്ളൂ. ആദാം ഹൗവമാരുടെ പാപം നിമിത്തവും ദ്രവത്വത്തിലേക്കുള്ള അവരുടെ വീഴ്ച നിമിത്തവും സകല സൃഷ്ടിയും ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ അകപ്പെട്ടുപോയി. മനസ്സിലാവുന്നുണ്ടേ? മനുഷ്യന്റെ പാപം നിമിത്തം, മനുഷ്യന് വീഴ്ച വന്നത് നിമിത്തം സകല സൃഷ്ടിക്കും ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിലേക്ക് വീഴേണ്ടി വന്നു. സൃഷ്ടികൾക്ക് ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിമോചനം വേണം. അതിന് എന്ത് സംഭവിച്ചെങ്കിലേ പറ്റൂ? നമ്മുടെ തേജസ്കരണം സംഭവിച്ചെങ്കിലേ സാധ്യമാകൂ. നമുക്കെപ്പോഴാണ് തേജസ്കരണം സംഭവിക്കുക? നമ്മുടെ കർത്താവ് രക്ഷിതാവായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മാത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, നാം തേജസ് പ്രാപിക്കുവാൻ സകല സൃഷ്ടികളും കാത്തിരിക്കുന്നെങ്കിൽ ആത്യന്തികമായും നാം തേജസ്കരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ വരവിനായി സകല സൃഷ്ടികളും കാത്തിരിക്കുന്നു എന്ന്. മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. സ്തോത്രം. ഇല്ലെങ്കിൽ പറഞ്ഞേക്കണേ. അടുത്ത ഭാഗം. സ്തോത്രം. The significance or the importance of this doctrine is this doctrine and this hope is the very comfort of the saints. It's the very comfort of the saints. നമ്മുടെ കർത്താവായ യേശുവിന്റെ മടങ്ങി വരവാണ് വിശുദ്ധന്മാരുടെ ആശ്വാസം എന്ന് പറയുന്നത്. വിശുദ്ധന്മാരുടെ തണുപ്പ്, വിശുദ്ധന്മാരുടെ ഹൃദയത്തിന്റെ സന്തോഷം, ആശ്വാസം മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. സ്തോത്രം. താമര മാറി കൈപ്പത്തി വരുമെന്നല്ല, LDF പോയിട്ട് UDF വരുമെന്നല്ല. സ്തോത്രം. ഭരണം മാറുന്നതല്ല, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഗവർണറോ പ്രസിഡന്റോ ഒന്നും മാറുന്നതല്ല നമ്മുടെ ആശ്വാസം. നമ്മുടെ അംഗബലമല്ല നമ്മുടെ ആശ്വാസം. ചില പ്രസംഗവേദികളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലെ ഇനിയും കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുവാനുള്ള അംഗബലം നമുക്കുണ്ട് എന്നതൊന്നും നമ്മുടെ ആശ്വാസമല്ല. നമ്മുടെ സഭാ പ്രസിഡന്റുമാര്, മുഖ്യമന്ത്രിമാരോ ഹോം മിനിസ്റ്റേഴ്സോ പ്രൈം മിനിസ്റ്റേഴ്സോ ഒന്നും ആയാലും പ്രിയരെ നമുക്ക് ആശ്വാസമില്ല. ഒരു യഥാർത്ഥ ഭക്തന്റെ ആശ്വാസം, സ്തോത്രം, നമ്മുടെ കർത്താവ് വരും എന്നുള്ളതാണ്. സ്തോത്രം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നമുക്കവിടെ കാണാം. സ്തോത്രം. സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കാതെ അങ്ങ് പോകുന്നത് കേട്ടോ. നമുക്ക് മനഃപ്പാഠമാണ് ആ വാക്യങ്ങൾ. ഒടുവിലായി നമ്മളിങ്ങനെ വായിക്കുന്നു. 17-ാം വാക്യം ഒന്ന് വായിച്ചോളൂ അല്ലേ? 1 Thessalonians chapter 4:16 following, we will be reading verse number 17. Yes, sister, please. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. എന്താണ് നമ്മുടെ ആശ്വാസം? കഷ്ടതയുടെ തീച്ചൂളയിലൂടെ പോകുമ്പോൾ, സഹോദരാ സാരമില്ല, എല്ലാം ശരിയാകും, അല്ല ഇതല്ല,
സഹോദരാ, സാരമില്ല, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതല്ല. സാരമില്ല, ഈ രോഗം മാറും. ഇല്ല, ഇതല്ല നമ്മുടെ ആശ്വാസം. സ്തോത്രം. ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉയർത്തും. ഇല്ല, അതല്ല നമ്മുടെ ആശ്വാസം. അതിനൊന്നിനും ഗ്യാരണ്ടി ഇല്ല കേട്ടോ, ഉറപ്പില്ല. നമ്മുടെ രോഗം മാറുമെന്ന് ഉറപ്പില്ല. നമ്മുടെ പ്രശ്നം തീരുമെന്ന് ഉറപ്പില്ല. ഉപദ്രവവും പീഡനകാലവും അവസാനിക്കുമെന്ന് ഉറപ്പില്ല. സ്തോത്രം. എന്നാൽ ഒരു കാര്യത്തിന് ഉറപ്പുണ്ട്, ഒരു കാര്യത്തിന് ഗ്യാരണ്ടി ഉണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവ് തേജസ്സോടെ വെളിപ്പെടും. നമ്മുടെ കർത്താവ് മഹത്വത്തിൽ ഇറങ്ങി വരും. നമ്മെ തന്നോട് ചേർക്കും. നാമും അവനോട് അനുരൂപരായിത്തീരും. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയരെ, നമുക്ക് വളരെ പരിചിതമായ ഭാഷയിൽ ഞാനൊന്ന് പറയാം. ഭക്തന്മാർ ഇത് അറിഞ്ഞുകൊണ്ടാണ് പാടിയത്. യേശു എൻ അടിസ്ഥാനം എന്ന് പറയുന്ന പല പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് പറയുന്നതേ ഉള്ളൂ. യേശു എൻ അടിസ്ഥാനം എന്ന് നമ്മൾ പാടുന്ന പഴയ പാട്ടിനകത്ത്, രോഗം എന്നെ പിടിച്ച് എൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമൻ നാഥൻ ദേഹം പുതുതാക്കിയിടാൻ. ക്യാൻസർ ബാധിച്ചോ, അല്ല മറ്റേതെങ്കിലും മാരകമായ രോഗങ്ങൾ ബാധിച്ചോ, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പൊടിഞ്ഞോ ദ്രവിച്ചോ നശിച്ചു പോയാൽ, സ്തോത്രം, അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനോട് സാരമില്ല, യേശു നിന്നെ സൗഖ്യമാക്കും എന്നല്ല നമുക്ക് പറയാനുള്ളത്. എന്നെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും. എന്നാൽ എന്നെ സൗഖ്യമാക്കുമോ എന്നെനിക്ക് ഉറപ്പില്ല. സ്തോത്രം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, സഹിഷ്ണുതയുടെ പര്യായമായ ഇയ്യോബ് പറഞ്ഞ ഒരു കാര്യം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചു പോയാലും, ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കുന്നു, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലും ഒഴുകിപ്പോയാലും, എന്നെ സൗഖ്യമാക്കുവാൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ വന്നില്ലെങ്കിലും ഉറപ്പെനിക്കുള്ളത്, അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ he will come upon the earth, ഭൂമിമേൽ അവൻ നിൽക്കുമെന്നാണ് അവിടെ വായിക്കുന്നത്. അന്ന് ഇങ്ങനെ ക്ഷയിച്ചുപോയ ദ്രവിച്ചുപോയ എൻ്റെ ഈ ശരീരം ദേഹസഹിതനായി ഞാൻ അവനെ അന്ന് കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ഇതാണ് പ്രിയരെ വിശുദ്ധന്മാരുടെ ആശ്വാസം. ഹല്ലേലൂയ. എൻ്റെ രോഗവും പട്ടിണിയും മാറുമെന്നല്ല കേട്ടോ, പകരം എൻ്റെ ദേഹം രോഗത്താൽ ക്ഷയിച്ച് ഞാൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പലതും മുറിച്ചു മാറ്റേണ്ടി വന്നാലും എനിക്കൊരാശ്വാസമുണ്ട്. എൻ്റെ വൈകല്യങ്ങളെ മുഴുവനും മാറ്റി വികലതകളില്ലാത്ത തൻ്റെ ദേഹത്തോട് അനുരൂപമായ ഒരു ദേഹം തരുവാൻ എൻ്റെ കർത്താവ് മേഘങ്ങളെ വാഹനമാക്കി പറന്നു വരും. സ്തോത്രം. അന്ന് ഞാൻ ഉറങ്ങുന്ന പൊടിയിൽ നിന്ന് ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഹാബേൽ തുടങ്ങി ഇങ്ങോട്ട് ഉറങ്ങുന്ന സകല വിശുദ്ധന്മാരും അക്ഷയരായി തേജസ്സോടെ ഉയർത്ത് നമ്മുടെ കർത്താവിനെ മുഖാമുഖം കാണും. ഹല്ലേലൂയ. സ്തോത്രം.
ഈ ഒരു പ്രത്യാശ നമ്മുടെ ആശ്വാസമാണ്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഡോക്ട്രിൻ. We can be comforted even in the midst of any turbulence, any turbulous experiences of lives. നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര തിളച്ചുമറിയുന്ന ജീവിതാനുഭവങ്ങൾക്കിടയിലും നമുക്ക് ആശ്വാസം പ്രാപിപ്പാനുള്ളത് നമ്മുടെ കർത്താവിൻ്റെ വരവിൻ പ്രത്യാശയിലാണ്. ആ പ്രത്യാശയാൽ ആശ്വാസം പ്രാപിക്കുന്ന വിശുദ്ധന്മാരെ, നമ്മുടെ ആശ്വാസം ഒരിക്കലും മിഥ്യയല്ല, അത് യാഥാർത്ഥ്യമാകും എന്ന് ഇന്ന് മാത്രമാണ് അറിയേണ്ടത്. ഇന്ന് രാത്രിയാണോ എന്ന് പോലും നാം അറിയുന്നില്ല. ആയേക്കാം. സ്തോത്രം. അതുകൊണ്ട് ആശ്വാസമില്ലാത്തവരായി ആരും ഭാരപ്പെടരുത് കേട്ടോ. ആരോടും പറയാനൊക്കാത്ത ജീവിതാനുഭവങ്ങളിലൂടെ പോലും കടന്നു പോകുന്നവർ, മരണത്തെ മുഖാമുഖം കാണുന്നവർ, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം സംഭവിക്കും എന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിക്കാകുന്നവർ പോലും ആശ്വാസം പ്രാപിച്ചോണം. നമ്മുടെ ആശ്വാസത്തിന് ആധാരം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവാണ്. പ്രൈസ് ഗാഡ്. നിൽക്കാൻ നേരമില്ലല്ലോ. നെക്സ്റ്റ് സ്തോത്രം. നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ്. The coming of the Lord itself is the very motivation for you and me for evangelization. This is the very motivation or inspiration for evangelization, gospelization. സുവിശേഷം അറിയിക്കുവാൻ നമുക്കുള്ള പ്രേരണ നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളതാണ്. സ്തോത്രം. പ്രതികൂലങ്ങളുടെ നടുവിലും നിയമങ്ങൾ നമുക്കെതിരാകുമ്പോഴും സുവിശേഷം അറിയിക്കുന്നവരുടെ കാലു വെട്ടാൻ കൊടുവാളുമായി ശത്രുക്കൾ കാത്തിരിക്കുമ്പോഴും സുവിശേഷത്തുമായി നടന്നു പോകുന്ന സുന്ദരപാദങ്ങളെ, സ്തോത്രം, അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ. പ്രവാചകൻ പറയുന്നു, നന്മ സുവിശേഷിക്കുന്നവരുടെ കാലുകൾ, പാദങ്ങൾ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. അത് വച്ചാ പറഞ്ഞു കേട്ടോ. സുവിശേഷം അറിയിക്കുന്ന സുന്ദര പാദങ്ങളെ അടിച്ച് ഒടിക്കാൻ വേണ്ടിയിട്ട് ലാത്തിയുമായി കുറുവടികളുമായി വഴിയുടെ വശങ്ങളിലും ശത്രുക്കൾ പതിയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ടും സുവിശേഷത്തിന്റെ സുന്ദരപാദങ്ങളുമായി സുവിശേഷകന്മാർ നടന്നു പോകുന്നത്, സ്തോത്രം, അറിവില്ലാഞ്ഞിട്ടല്ല, പകരം നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്ന ഉറപ്പിന്മേലാണ്. സ്തോത്രം. ഇന്ന് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടിരുന്നു, കേരളത്തിൽ പല സ്ഥലങ്ങളിലും പെന്തക്കോസ്തുകാർക്ക്, പാസ്റ്റർമാർക്ക് പ്രവേശനമില്ല എന്ന് ചില ഗ്രാമ കവാടങ്ങളിൽ എഴുതി വെച്ചിരുന്നു എന്ന് ഞാൻ ബോർഡുകളുമൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി വരെ കയറിയ ഒരു വിഷയം നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചു കാണും. ഛത്തീസ്ഗഡിലെ പല ആദിവാസി ഗ്രാമങ്ങളുടെയും വഴിയിൽ പ്രവേശന കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോ എൻട്രി ഫോർ പാസ്റ്റേഴ്സ് ആൻഡ് ക്രിസ്ത്യൻ മിഷണറീസ്. മിഷണറിമാർക്കും പാസ്റ്റർമാർക്കും ഈ ഗ്രാമത്തിൽ, ഈ പഞ്ചായത്തിൽ പ്രവേശനമില്ല. ആ ബോർഡ് നീക്കാൻ വേണ്ടി ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സംഘടനകളും മറ്റും അധികാരികളെ സമീപിച്ചു. ഛത്തീസ്ഗഡ് ഹൈക്കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. ഹൈക്കോർട്ട് ആ ഹർജി തള്ളി. ഒടുവിൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. സുപ്രീം കോടതിയും തള്ളി. കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചു.
അങ്ങനെ വിലക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോലും സുവിശേഷം അറിയിക്കുവാൻ ജീവൻ പണയം വെച്ച് പോകുന്നതിന് കാരണം എന്താ? സ്തോത്രം. നമ്മൾ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ് രക്ഷകൻ എന്ന ബോധ്യമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന ബോധ്യമാണ് ഉപദ്രവങ്ങൾ സഹിച്ചും പ്രതികൂലങ്ങളെ സ്വാഗതം ചെയ്തും ജീവനെ പണയം വെച്ചും സുവിശേഷം അറിയിക്കാൻ പുറപ്പെടുന്നത്. സ്തോത്രം. ദിസ് ഈസ് ദ വെരി മോട്ടിവേഷൻ ഫോർ അസ് ടു ഇവാഞ്ചലിസം. സുവിശേഷം അറിയിക്കുവാൻ ഇതാണ് പ്രധാനപ്പെട്ട കാരണം. നാം നാം പത്രോസിന്റെ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായം 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഈ മൂലപദാർത്ഥങ്ങളൊക്കെ കത്തിയഴിയാനും, സ്തോത്രം, നമുക്കറിയാമല്ലോ, ഇരിക്ക കൊണ്ട് നാം എത്രയും വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുകയും ബന്ധപ്പെടുത്തുകയും വേണം എന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നു. We need to hasten the coming of the Lord. We have to hasten the advent of the Lord. കർത്താവിൻ്റെ വരവിനെ നാം ബന്ധപ്പെടുത്തണം. കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുവാനുള്ള ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. സ്തോത്രം. സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. പണ്ട് സഖാവ് EMS നമ്പൂതിരിപ്പാട് ഒരു പാസ്റ്ററോട് ചോദിച്ചെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്, നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്ത ഒരു സുവിശേഷകൻ തമ്മിൽ പരിചയപ്പെട്ടു. ഇദ്ദേഹം ഒരു സുവിശേഷകനാണെന്ന് അറിഞ്ഞപ്പോൾ EMS ചോദിച്ചത്രേ, മലാഖി പ്രവാചകൻ പറയുന്ന ആ വാക്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോന്ന്? ഏതാ? ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. പാസ്റ്റർ പറഞ്ഞു, പിന്നെ എന്തൊരു ചോദ്യമാ സഹാവേ, ഞാൻ പാസ്റ്റർ അല്ലേ, അത് വിശ്വസിക്കുന്നില്ലേ? സഹാവ് പറഞ്ഞു, നിങ്ങൾക്കത് വിശ്വാസമൊന്നുമില്ലെന്ന്. ഇദ്ദേഹം പറഞ്ഞു, സഹാവിനാണോ അറിയാവുന്നത്? ഞാൻ ബൈബിൾ വിശ്വസിക്കുന്ന, അത് പ്രസംഗിക്കുന്ന ഒരു പാസ്റ്ററാ. EMS വീണ്ടും പറഞ്ഞെന്നില്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്താന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്നും അഹങ്കാരികളൊക്കെ അന്ന് താളടിയാകുമെന്നും കൊമ്പ് പോയിട്ട് വേര് വരെ കത്തിച്ചാമ്പലാകുന്ന തരത്തിലെ ന്യായവിധിയാണെന്ന് വരാനിരിക്കുന്നതെന്നും നിങ്ങൾ വിശ്വസിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത ഈ സീറ്റിൽ ഉറച്ചിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ ട്രെയിൻ ഓടുന്ന വേഗതയിൽ, ഒരുപക്ഷെ അതിലും വേഗതയിൽ നിങ്ങൾ ഈ ട്രെയിനിൽ ഓടി നടന്ന് സുവിശേഷം വിളിച്ചു പറഞ്ഞേനെയായിരുന്നെന്ന്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. യേശു വരുമെന്നും യേശു മാത്രമാണ് ഏക കർത്താവെന്നും രക്ഷിതാവെന്നും നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നാം സുവിശേഷം അറിയിക്കുന്നവരായിരിക്കും. സ്തോത്രം. എനിക്കറിയാം, ഇരിഞ്ഞാലക്കുട പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ദൈവദാസന്മാരും സഭകളും നേരിട്ട പ്രതികൂലങ്ങളെക്കുറിച്ച് കുറേയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓടിപ്പോകാതെ, നെഹമ്യാവ് പറഞ്ഞതുപോലെ, എന്നെ പോലെയുള്ള ഒരുത്തൻ ഓടിപ്പോകുമോ? സ്തോത്രം. അവിടെ തന്നെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ പ്രചോദനം, പ്രേരക ഘടകം മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവാ.
വേഗത്തിൽ പോകട്ടെ. അടുത്ത പ്രചോദനം, അടുത്ത പ്രാധാന്യം. സ്തോത്രം. This is the very motivation and inspiration for the saints to be holy. സ്തോത്രം. The hope of the coming of Jesus Christ is the very inspiration or motivation for us to be holy. വിശുദ്ധന്മാരാകുവാൻ അഥവാ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രചോദനം തരുന്നത് നമ്മുടെ കർത്താവ് വരുന്നു എന്ന ബോധ്യമാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് വരുത്തില്ലെങ്കിൽ പ്രിയരെ, നമുക്ക് വിട്ടും വിറ്റും വേർപെട്ടും ഒക്കെ ജീവിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. പാപം ആസ്വദിക്കുവാൻ മുഴുവൻ പ്രാപ്തിയുള്ളപ്പോഴും അവസരങ്ങളുള്ളപ്പോഴും അത് വേണ്ട എന്ന് മനഃപൂർവം വെച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ മറ്റൊന്നല്ല കാരണം നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ള ഒരു ബോധ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ബഥേലിൽ വന്നപ്പോൾ ഇന്നലെ കർത്താനദാസൻ പറഞ്ഞല്ലോ, നമ്മൾ ചിന്തിച്ചത് സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ സാങ്ക്ടിഫൈഡ്, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ വിശുദ്ധീകരണം എന്ന വിഷയമായിരുന്നു. അന്ന് വെളിപ്പാട് പുസ്തകം 22 11-12 വാക്യങ്ങളൊക്കെ ആധാരമാക്കിക്കൊണ്ടാ പഠിച്ചത്. സ്തോത്രം. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. കാരണം എന്താ? ഇതാ ഞാൻ വേഗം വരുന്നു. ബിഹോൾഡ് ഐ കം ക്വിക്ക്ലി. ഇതാ ഞാൻ വേഗം വരുന്നു. അതുകൊണ്ട് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. പ്രിയരെ, പാപത്തിലേക്ക് ഇറങ്ങിപ്പോകുവാൻ സകല സാധ്യതകളും ഉള്ളപ്പോഴും നാം ഇറങ്ങാതെ നിൽക്കുന്നത് എങ്ങാനും നാം പാപത്തിലേക്ക് ചുവടുവെക്കുമ്പോഴാണ് നമ്മുടെ കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുന്നതെങ്കിൽ നാം കൈവിടപ്പെട്ടു പോകും. അത് സംഭവിക്കരുത്. അതുകൊണ്ടാണ് അവിടെ ഭക്തൻ പറഞ്ഞത്, സ്തോത്രം, എന്തേ? സ്തോത്രം. അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ. സ്തോത്രം. എന്നാൽ ഒരു നീതിമാൻ നീതികേടിലേക്ക് കൈനീട്ടരുത്. വിശുദ്ധൻ അശുദ്ധിയിലേക്ക് ചുവടുവയ്ക്കരുത്. നാം നമ്മെ തന്നെ ഗോഡ് സ്തോത്രം. നമ്മുടെ കർത്താവ് ഏത് നിമിഷത്തിലും വരാം എന്നുള്ള നമ്മുടെ പ്രത്യാശയാണ്. സ്തോത്രം. ഏത് നിമിഷത്തിലും നമ്മുടെ കർത്താവ് വരാം. കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ ഒരു ബൈബിൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിലെ ട്രെയിനുകളൊക്കെ, സാധാരണ ട്രെയിനുകൾ വണ്ടി വിട്ട് കഴിഞ്ഞിട്ട് അകത്തുനിന്ന് ചാടി ഇറങ്ങാനും പുറത്തുനിന്ന് ചാടി കയറാനും പറ്റും, ഡോറ് തുറന്നു കിടക്കുക. എന്നാൽ ഇപ്പോൾ ചില പുതിയ ട്രെയിനുകളുണ്ട്, മെട്രോ ട്രെയിൻ, മോണോ റെയിൽ, അതുപോലെ വന്ദേ ഭാരത്. ഈ ട്രെയിനുകൾക്കൊക്കെ വണ്ടി വിടുന്നതിന് മുമ്പ് ഡോർ അടയും. പക്ഷേ മറ്റേ സാധാരണ ട്രെയിനുകളിൽ യാത്ര ചെയ്ത് പരിചയമുള്ളവർ വണ്ടി വിടുമ്പം ചാടി കയറാമെന്നും പറഞ്ഞ് ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ യാത്ര അയക്കാൻ വന്നവരുമായി നിന്ന് ഇങ്ങനെ സംസാരിച്ചു. പക്ഷേ വണ്ടി വിട്ടപ്പോൾ ചാടിക്കയറാൻ നോക്കി, അതിനു മുമ്പ് ഡോർ അടഞ്ഞു പോയി. നേരെ തിരിച്ചും ചിലർക്ക് സംഭവിച്ചു. വണ്ടി വിടാൻ നേരം ചാടി ഇറങ്ങാമെന്നും പറഞ്ഞ് യാത്ര പോകുന്നവർക്കൊപ്പം AC-യുടെ കാറ്റും ഒക്കെ കൊണ്ട് അകത്ത് പറഞ്ഞു സംസാരിച്ചിരുന്നു. വണ്ടി വിട്ടപ്പോൾ ഇറങ്ങാൻ നോക്കിയപ്പം 2-3 മണിക്കൂർ വണ്ടി ഓടിയിട്ടാണ് പിന്നെ നിന്നത്. ഇതുപോലെ നാം പാപത്തിലേക്ക്, അശുദ്ധിയിലേക്ക് ചുവട് വെച്ചാൽ ചിലപ്പോൾ തിരിച്ച് കയറുന്നതിന് മുമ്പ് കർത്താവ് വരും. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ നിമിഷങ്ങൾക്കകം, നൊടിയിടയ്ക്കുള്ളിൽ കർത്താവ് വരികയും
വിശുദ്ധന്മാർ തൻ്റെ അടുക്കലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യും. ഇതറിയാവുന്ന വിശുദ്ധൻ തന്നെ തന്നെ അശുദ്ധി കൂടാതെ വിശുദ്ധിയിൽ പരിപാലിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ നിർത്തിക്കൊള്ളട്ടെ, നമ്മുടെ സമയം തീർന്നിരിക്കുന്നു. ബാക്കി കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെയാകാം. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവ് എന്ന ഉപദേശത്തിൻ്റെ പ്രാധാന്യത നമുക്ക് നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കാം. അശുദ്ധൻ അശുദ്ധനാകട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അതിൽ മുതിർന്നോട്ടെ, കുഴപ്പമില്ല. എന്നാൽ ഒരു വിശുദ്ധൻ പാപത്തിലേക്ക് വഴുതി വീഴാതെ നമ്മെ തന്നെ നമുക്ക് സൂക്ഷിക്കാം. നമ്മെ തന്നോട് അനുരൂപപ്പെടുത്താൻ നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് നമ്മെ വീണ്ടെടുത്ത കർത്താവ് വരുന്നു. ആ വരവിനായിട്ട് നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാറാനാഥ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുവാൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ മടങ്ങിവരവിന്റെ ആ പ്രാധാന്യ സിഗ്നിഫിക്കൻസ് ദൈവത്തിന്റെ ദാസനൊക്കെ കേൾക്കുവാനിടയായി. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി കർത്താവിന്റെ മടങ്ങിവരവിനായി നോക്കിപ്പാർപ്പാൻ ദൈവകൃപ നമ്മളിൽ പകരട്ടെ. പ്രാർത്ഥിക്കാം. നാളെയും പതിവ് പോലെ ക്ലാസ് ഉണ്ടായിരിക്കും. സാവകാശമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യണം.